സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം? വീഡിയോ സീരീസിൻ്റെ അടുത്ത വീഡിയോ. ഇതിനു മുമ്പ് എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കായ ITCയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ ഈ വീഡിയോയിൽ എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഫാർമയിൽ എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി, സിപ്ല അങ്ങനെയൊക്കെ പോവും. അതിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ചീപ്പായൊരു സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് അതിൻ്റെ പേരാണ് നാക്കോ ഫാർമ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ മറ്റൊരാളുടെ വാക്ക് ഒരിക്കലും കേൾക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം. സോ എൻ്റെ ഇത്രയും കാലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുഭവ പരിചയത്തിലുള്ള എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സിനെ കുറിച്ച് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിനെ നോക്കിക്കാണണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. നാക്കോ ഫാർമ എന്നുള്ള കമ്പനി വെറും 30 ലക്ഷം മുതൽ മുടക്കിൽ ഹൈദരാബാദിൽ ആരംഭിച്ചൊരു കമ്പനിയാണ്. ഇന്ന് 50 രാജ്യങ്ങളിൽ അതിൻ്റെ ബിസിനസ് വ്യാപിച്ചിട്ടുണ്ട്. 2817 കോടിയോളം റവന്യൂ ഉണ്ട് ആ കമ്പനിക്ക് ഇന്ന്. നാക്കോ ഫാർമയുടെ റവന്യൂവിൻ്റെ ഒരു 40% റവന്യൂ ഇന്ത്യയിൽ നിന്നുള്ളൂ. ബാക്കി 60% റവന്യൂ പുറത്തു നിന്നാണ്. അതിൽ 42% US മാർക്കറ്റിൽ നിന്ന് മാത്രമാണ് നാക്കോ ഫാർമ ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ നാക്കോ ഫാർമ US മാർക്കറ്റിൽ ഒരു ഡോമിനന്റ് പ്ലെയർ ആണ്. ഈ കമ്പനി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഓങ്കോളജിയിൽ, ക്യാൻസർ സംബന്ധമായത്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, ഡയബറ്റിക് സംബന്ധമായ രോഗങ്ങൾ, ഈ 3 എണ്ണങ്ങളിലാണ് പ്രധാനമായിട്ടും. പിന്നെ ജനറിക് മെഡിസിൻസ്. എന്താണ് ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊരു മെഡിസിൻ കണ്ടുപിടിക്കും, ഒരു കെമിക്കൽ ഫോർമുല. ഈ മെഡിസിന് ഒരു പേറ്റന്റ് എടുക്കും. ഈ പേറ്റന്റ് കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മെഡിസിൻസ് ഉണ്ടാക്കും. ഇതാണല്ലോ നടക്കുന്നത്. നാക്കോ ഫാർമ എന്ത് കാണിക്കും? ഇങ്ങനെയുള്ള കമ്പനികളെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് ജനറിക് മെഡിസിൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ജനറിക് മെഡിസിൻ പകുതി വില, കാൽ വിലക്കൊക്കെ വാങ്ങാൻ പറ്റും. ഞാനിതിങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്. നാക്കോ ഫാർമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നാക്കോ ഫാർമയ്ക്ക് കടമില്ലാത്തൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ 50% പ്രൊമോട്ടേഴ്സാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ആശ്വാസമാണ്, കാരണം അവർ അത്രയും കൂടെ ഉണ്ട്. ലാസ്റ്റ് 2022 7 രൂപ സംതിങ് ഡിവിഡൻഡ് തന്നു. പിന്നെ 2023 1 രൂപ സംതിങ്ങും ഡിവിഡൻഡ് വന്നു. നാക്കോ ഫാർമ അമേരിക്ക ബേസുള്ള FMC എന്നുള്ളൊരു കമ്പനിയായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. നാക്കോ ഫാർമ അഗ്രികൾച്ചറിലെ ഡ്രഗ്സ്, പെസ്റ്റിസൈഡ് പോലുള്ളൊരു ഡ്രഗ് ഉണ്ടാക്കിയത് സംബന്ധിച്ചായിരുന്നു ആ കേസ്. ആ കേസിന് ഏതാണ്ട് പോസിറ്റീവായൊരു വിധി വന്നിട്ടുണ്ട്. സോ ഇവർക്കും ഈ ഡ്രഗ് ഉണ്ടാക്കാം, നാക്കോ ഫാർമയ്ക്കും ഡ്രഗ് ഉണ്ടാക്കാം, ഈ അമേരിക്കൻ കമ്പനിക്ക് മാത്രമല്ല എന്നുള്ള രീതിയിലൊരു വിധി വന്നു. അതിനുശേഷം നാക്കോ ഫാർമയുടെ മുന്നിൽ 2000 സംതിങ് കോടി രൂപയുടെ ഒരു അഗ്രികൾച്ചർ മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ്. ഇത് ഈ കമ്പനിയുടെ ഫ്യൂച്ചറിലെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നാക്കോ ഫാർമയുടെ കാര്യത്തിൽ ഞാൻ ചെയ്ത് ഈ കേസൊക്കെ വന്ന് അതിൻ്റെ വിലയൊന്ന് കുറഞ്ഞു നിൽക്കുന്ന ടൈമിൽ 1, 2 ആയിട്ട് വാങ്ങി. ഈ കേസ് വലിയൊരു ഇഷ്യൂ അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായ ശേഷം നിങ്ങളിപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു ഐഡിയാസൊക്കെ ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ സമയം മാർക്കറ്റ് ഇടിയുമ്പോഴൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയ ചില സ്റ്റോക്സ് നോക്കി വെച്ചു. വളരെ കുറച്ച് സ്റ്റോക്സ് ആയാലും മതിയല്ലോ. അത് നോക്കി വെച്ചിട്ട് അതൊക്കെ വാങ്ങുക. 1, 2, 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിയിടുക. ഓരോ തവണ മാർക്കറ്റ് ഇടിയുമ്പോഴും ആ സ്റ്റോക്ക് ഇടിയുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ കാരണങ്ങളും അന്വേഷിക്കണം എന്നുള്ളത് അടുത്ത കാര്യം. നാക്കോ ഫാർമയുടെ ബിസിനസ് 40% വിദേശത്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നോട്ട് ഇങ്ങനെ അച്ചടിക്കും, ഉറപ്പാണ്. രൂപയുടെ മൂല്യം കുറയുന്നതിനനുസരിച്ച് ഈ കമ്പനിക്ക് എങ്ങനെയും നേട്ടമാവും. കാരണം വിദേശത്താണ് നടക്കുന്നത് കൊണ്ട് രൂപയുടെ മൂല്യം കുറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പണം വരുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ നമ്മൾ പുറത്തു നിന്ന് വരുമാനം കിട്ടുന്ന കമ്പനികളൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ രൂപയുടെ മൂല്യം കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. പണപ്പെരുപ്പം കൂടുന്നതിനനുസരിച്ച് ഇവിടെ നേട്ടം ഉണ്ടാവും. സോ ഫ്യൂച്ചറിൽ നാക്കോ ഫാർമ എന്നുള്ളത്, നമുക്കൊരു ഫാർമ സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നാക്കോ ഫാർമ വാങ്ങുകയും പിന്നെ അതിന് ഇങ്ങനത്തെ പലതും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചറിൽ രൂപയുടെ മൂല്യം ഇടിയും നമുക്കറിയാം. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾ ഇപ്പം അടുത്ത് വിൽക്കുന്ന രീതിയിലാണ് ഇത് വാങ്ങരുത്. ലോങ് ടൈമിലോട്ട് 1, 2, 3 ഇങ്ങനെ വാങ്ങുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വാങ്ങുക, കാത്തിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നാക്കോ ഫാർമ ഡീപ്ലി അണ്ടർ വാല്യൂഡ് ആണ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ മൂല്യത്തേക്കാൾ താഴെ വില ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വാങ്ങുക. ഭാവിയിൽ അതിൻ്റെ മൂല്യം കൂടുമ്പോൾ വിലയും കൂടുന്നുള്ള പ്രതീക്ഷയിൽ. സോ ഇപ്പോൾ അത് അണ്ടർ വാല്യൂഡ് ആണ്. ഇത് ഞാനൊരു അഡ്വൈസറൊന്നുമല്ല, എൻ്റെ ഇൻവെസ്റ്റിംഗ് ജേണിയിലെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാണ്. സോ എൻ്റെ അടുത്ത ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് പിന്നീടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇറ്റ്സ് മീ MK ജയദേവ്.